അണ്ണൻ അനുഭവം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും? കണ്ടിട്ടുണ്ട്. കുഴി ഉണ്ടാക്കിയിട്ട് ഇലയും വെച്ചിട്ട് വേണേ തിന്നു. അത് മണ്ണാവത്തില്ലേ? ശമ്പളം തരുമായിരുന്നു? ശമ്പളം തരുമായിരുന്നു? ആണോ? അപ്പച്ചന് ഇപ്പൊ 100 വയസ്സായോ? 101 വയസ്സായി. 101 വയസ്സാകുമ്പം 1925 ജനിച്ച ആളായത്. 124. പിന്നെ 1924 ജനിച്ചതാ. 99 അല്ല, 101 വയസ്സ്. 120 അല്ല, 101 വയസ്സ്. അപ്പൊ സ്വാതന്ത്ര്യദിനത്തിന്റെ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ? ഈ സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ? ഈ നമ്മുടെ നാട്ടിൽ ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? ആൾക്കാർ ഇവിടെ ഭയങ്കര നൃത്തമൊക്കെ. എന്നാണ് പട്ടാളക്കാർ ഇവിടെ വരുമായിരുന്നു? പട്ടാളക്കാര് വീട്ടിലുള്ള നല്ല പിള്ളേരെ കഴിച്ചിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നായന്മാരെ മുരയുടെ എല്ലാം അന്യായപ്പെട്ടു പോയത് അങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. 5 സെന്റ് അപ്പൊ അപ്പച്ചന് 101 വയസ്സായി. നിങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇവിടെ? ആരാ? ആപ്പിളിലോ? ആന്നല്ലേ? അന്ന് നമ്മുടെ ഇവിടുത്തെ അമ്പലം ഉണ്ടോ? തെറ്റോട്ട് അമ്പലം അല്ല, അത് അന്നേ ഉണ്ടോ? 100 വർഷമായോ? 102 ഉണ്ട്. ആ അപ്പച്ചന് എത്ര വയസ്സാണ്? ആരാ? അതല്ല ഈ അപ്പച്ചന് ഉണ്ട്. ആ പേപ്പർ വായിക്കുന്ന പുള്ളിക്ക് ഉണ്ട്. ആ അപ്പച്ചന് അത്രയൊക്കെ ഉള്ളോ? അദ്ദേഹത്തിനാരും ചോദിച്ച. അപ്പൊ എന്തായാലും നല്ലൊരു ജീവിതമായിരുന്നു അന്ന്. അതോ ഇന്നാന്നോ സുഖം? ഇന്നാന്നോ അന്നാന്നോ സുഖം? ഇതുണ്ടോ ഗ്ലാസം കൂടെ. ഇന്നത്തെ ജീവിതമാണോ അന്നത്തെ ജീവിതമാണോ സുഖം? ഇപ്പൊ കൊള്ളാം. അന്ന് ഇവിടെ ബ്രിട്ടീഷുകാരായിരുന്നു. ആൾക്കാരൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുമല്ലേ അന്ന്? അടി കിട്ടിയിട്ടുണ്ടോ? എന്നെ അങ്ങനെ അടിച്ചിട്ടില്ല. അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ അടിയൊന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞ അന്ന് കേൾക്കും. കേൾക്കാതെ നിങ്ങളന്ന് ഉടുപ്പൊന്നും കാണത്തില്ലല്ലേ? ഈ മുണ്ട് മാത്രമേ കാണുമല്ലേ? അന്ന് മുണ്ടധികം ഇല്ല. ഇല്ല, മുണ്ടും കുറവാ. ഉണ്ടാക്കാനൊന്നും ആളില്ല. വലിയ പാടാ. പിന്നെ മുണ്ട് ഇച്ചിരി ഒരു പറഞ്ഞ മുണ്ട് ഇല്ലാതെ ഒരുപാട് നാളെങ്കിലും പോകണമെങ്കിൽ എപ്പോഴും കഞ്ഞി മുട്ടിന്റെ മുകളിലോട്ട് ഉടുക്കാനും പാടില്ല. അപ്പൊ തോർത്തെടുത്തോണ്ട് നടക്കുന്നവരുണ്ടായിരുന്നല്ലേ? അത് വലിയ മുണ്ടും ഒന്നും ഇല്ല വലുതായിട്ട്. അതുകൊണ്ട് വേറെ വീട് കാണും. അത് ഉടുക്കും. ശരി. ഉടുപ്പൊന്നുമില്ല. ഉടുപ്പൊന്നുമില്ല. മുണ്ടിട്ട് പെണ്ണുങ്ങളൊരു മുണ്ടിങ്ങനെ കെട്ട് കെട്ടും. ഓ, കച്ച കെട്ടുന്നത്. പെണ്ണുങ്ങള് അതേ കേട്ടു. അത് ഒരു മുണ്ടുണ്ട്. ആപ്പുറം ഒരു 2 മുണ്ടേ ഉള്ളു. അത് തോട്ടിനകത്ത് ഉടുപ്പൊന്നുമില്ല. ഇങ്ങനെ കെട്ടും. ശരി. കെട്ടിയെങ്കിൽ കെട്ടില്ല. അങ്ങനെ അതേ നോക്കൂ. ഒന്ന് ആലോചിച്ചു. വളരെ വെറും 50 വർഷക്കാലം കൊണ്ട് എന്തുമാത്രം മാറ്റം ഈ രാജ്യത്ത് വന്നു. അതാണ് ഈ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നത്. ആ കോൺഗ്രസ് അവരാണ് ഇന്ന് ഇത്രയും വലുതാക്കി ഈ ഇന്ത്യയെ കൊണ്ടുവന്നതെന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാ അമ്മച്ചി? സ്വാതന്ത്ര്യം ക്രിസ്തുമൊന്നും വന്നതിന് ശേഷമാണ്. ആണോ?
അങ്ങോട്ട് അത് വന്നു ഇവിടെ ഒരു സ്ഥാപനമൊക്കെ അന്ന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അത് അങ്ങോട്ട് ഇങ്ങോട്ട് അത് വന്ന ശേഷം അത് നല്ല ആയിരുന്നു അത് അവരതിനകത്ത് മുന്നിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചത് അതിനകത്ത് CH വരെ കൊന്നിട്ടുണ്ട് ധാരാളം മനഃപൂർവ്വം കൊല്ലുക. അപ്പൊ അപ്പച്ചന്റെ അടുത്ത് ഒരു ദിവസം വരാം, നമ്മ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ.